ഇതിൻ്റെ പാലത്തിൻ്റെ മേളിൽ നിന്ന് കയറിയിട്ടുള്ള ഒരു അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ മോളെ ഇപ്പം അത് അവിടെ നിന്ന് ഇനിയും വന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ പോലത്തെ കാര്യങ്ങളൊക്കെ വന്ന് ഇത് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടി വരും. പറഞ്ഞോടാ, പറയടാ, നീ പറ. ഗൈസ്, അപ്പോൾ ഇതാണ് പുളുങ്ങുന്ന ഹോസ്പിറ്റൽ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ നാടായ പുളുങ്ങുന്നിൽ എല്ലാ കാലവും മഴക്കാലത്ത് കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ പുളുങ്ങുന്ന ഇവിടെ ഒരു പാലമുണ്ട്. പുളുങ്ങുന്ന താലൂക്ക് ഹോസ്പിറ്റലിൽ ആംബുലൻസിന് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നിർമ്മിച്ചൊരു പാലമുണ്ട്. കൊല്ലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. അപ്പം അത് നിർമ്മിച്ചതിൻ്റെ മിസ്റ്റേക്ക് കാരണം എല്ലാ കൊല്ലവും എല്ലാ കൊല്ലവും വരുന്നൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാ കൊല്ലവും മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്ക് കിഴക്കൻ ജില്ലയിൽ മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ച് പുളുങ്ങുന്ന ആറ്റിലൂടെ, മീനച്ചിൽ ആറിലൂടെ, പമ്പ ആറിലൂടെ ഇങ്ങനെ ഒഴുകി പുളുങ്ങുന്നതിലേക്ക് എത്തും. അപ്പം ആ വെള്ളം ഒഴുകി എത്തുന്നതിൻ്റെ കൂട്ടത്തിൽ കുറേ ഇല്ലിക്കാടുകളും കുറേ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങെത്തും. അത് വന്നിട്ട് ഇവിടെ പുളുങ്ങുന്ന ഹോസ്പിറ്റൽ ബ്രിഡ്ജിൻ്റെ താഴെ ഇങ്ങനെ എല്ലാ കൊല്ലവും കാണുന്നൊരു കാഴ്ച തന്നെയാണ്. അപ്പം ആ കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, അവിടെ ഒരു വലിയ എല്ലിക്കാട് ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നുണ്ട്. അപ്പം ഇതാണ് ഇപ്പോൾ പുളുങ്ങുന്ന ബ്രിഡ്ജിൻ്റെ അവസ്ഥ. ഇത് കണ്ടോ, എപ്പോഴും ഇതിങ്ങനെ വന്ന് അടിയുന്നത് കൊണ്ട് ഇത് ബോട്ട് പോകുന്നൊരു ആറാണ്. അപ്പം ബോട്ട് പോകാനും ബോട്ട് സർവീസ് മുടങ്ങാനും ഒക്കെ എല്ലാ കൊല്ലവും ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ മുടങ്ങും. എല്ലാ കൊല്ലവും ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ മുടങ്ങുന്നൊരു കാഴ്ചയുണ്ട് ഇത് വന്നിങ്ങനെ അടുക്കുന്ന കാരണം. അപ്പോൾ ഈ പാലം ഇങ്ങനെ പാലത്തിൻ്റെ പില്ലേഴ്സ് ഇങ്ങനെ അടുപ്പിച്ച് നിർമ്മിച്ചതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാഴ്ചയാണിത്. ഇതുണ്ട്, ഇതൊന്നുമല്ല, ഇതിൻ്റെ ഡബിൾ പുഴു. ഇതാണ് ഇപ്പം വന്ന് തുടങ്ങിയുള്ളൂ, മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ മൺസൂൺ സീസൺ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പം ഇങ്ങനത്തെ ഇതാണ് വരുന്നത്. അപ്പം ഞാൻ നിങ്ങളെ പാലത്തിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. ഇങ്ങനെ കണ്ടോ, ഒത്തിരി ആയി. ഇന്ന് മഴക്കാലം തുടങ്ങിയതേ ഉള്ളൂ, അതായത് കിഴക്കൻ വെള്ളം വരാൻ തുടങ്ങിയതേ ഉള്ളൂ. വരാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്രയായി. അപ്പം ശരിക്കും മഴ തുടങ്ങി, മൺസൂൺ കഴിയുമ്പോഴത്തേക്ക് ഇത് എന്തോരം ആവുമെന്ന് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അവസ്ഥ. ഇത് എന്തെങ്കിലും നടപടി ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ പാലത്തിൻ്റെ കണ്ടീഷൻ തന്നെ വളരെ മോശമാണ്. പില്ലേഴ്സ് നിങ്ങൾക്ക് ഒരു ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ പാലം കുറച്ച് ഇതായിട്ട് നിൽക്കുന്നതൊക്കെ കാണാം. ഇതുണ്ട്, ഇത് മെയിൻ്റെനൻസ് ചെയ്ത് ഒരു പരുവായത്. ഇതാണ് മേളിൽ നിന്നുള്ള വ്യൂ. ഇത് നോക്ക്, കുറേ മുളക്കാടുകളൊക്കെയാണ്, മുളയും കാടുകളും ഒക്കെ. മുളയുടെ തന്നെ ഒരുപാട് ഉണങ്ങിയതും പച്ചയും ഒക്കെ ഇങ്ങനെ കിടക്കുക. ഇത് മഴ തുടങ്ങുന്നതുകൊണ്ട് തന്നെ, മഴ തുടങ്ങുമ്പം കോട്ടയം ജില്ല അല്ലെങ്കിൽ കിഴക്കൻ ജില്ലയിൽ നിന്നൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ വന്ന് അടുക്കുന്നത്. ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതുണ്ട്, പാലത്തിന് തന്നെ ഡാമേജാണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഇപ്പം അത് അവിടെ നിന്ന് ഇനിയും വന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ ഇതൊക്കെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. മുളക്കാടും കാര്യങ്ങളുമൊക്കെ അവിടുന്ന് വന്നുകൊണ്ടേ ഇരിക്കുക. കണ്ടോ, ഇതിനി ഇവിടെ എല്ലാം വന്ന് ഇങ്ങനെ ഇതിൻ്റെ ബാക്കിയായി പുറകെ അടുക്കും. അപ്പം ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ മറ്റേ ക്രെയിൻ പോലത്തെ കാര്യങ്ങളൊക്കെ വന്ന് ഇത് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടി വരും. ഗൈസ്, അപ്പോൾ ഇതാണ് പുളുങ്ങുന്ന ഹോസ്പിറ്റൽ. അപ്പം ഈ ആംബുലൻസ് സർവീസിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ പാലം നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ ഈ പാലം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആംബുലൻസൊക്കെ കറങ്ങിയാണ് ഇപ്പോൾ പോകുന്നത്. പാലത്തിൻ്റെ ഡാമേജ് കാരണമാണ്. അപ്പോൾ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഉള്ള എൻജിനീയേഴ്സിൻ്റെ പോരായ്മ കൊണ്ടാണ് ഇപ്പോൾ പാലം ഇങ്ങനെ കിടക്കുന്നതും ഈ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ തങ്ങുന്നതും. അപ്പം എല്ലാ കൊല്ലവും മഴക്കാലത്ത് കണ്ടുവരുന്നൊരു കാഴ്ചയാണിത്. അപ്പം ഇതിന് എന്തെങ്കിലും നടപടി എടുക്കാണ്ട് എല്ലാ കൊല്ലവും ഇങ്ങനെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദുരിതത്തിലാവും.